വൃശ്ചികപ്പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നതു മുതൽ മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയായിരുന്നു. 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ഇന്ന് ശബരിമലയിലെത്തും എന്നാണ് കണക്കുകൂട്ടൽ. വൃശ്ചികപ്പുലരിയിൽ അയ്യപ്പനെ കാണാൻ തീർത്ഥാടകരുടെ ഒഴുക്കായിരുന്നു ശബരിമല സന്നിധാനത്തേക്ക്. പുതിയ മേൽശാന്തിയായി ചുമതലയേറ്റ ED പ്രസാദ പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. പതിനെട്ടാം പടിയും നടപ്പന്തലും കടന്ന മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിര. വെർച്വൽ ക്യൂ വഴിയുള്ള 70,000 തീർത്ഥാടകർ ഉൾപ്പെടെ 1 ലക്ഷത്തോളം തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ കാനനപാത തുറന്നതോടെ സത്രം വഴിയും തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങി. ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് പരിഗണനയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. തീർത്ഥാടകരുടെ അടിസ്ഥാന സൗകര്യം, സുരക്ഷിതത്വം, ശുചിത്വം, പിന്നെ സുതാര്യത ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. സുതാര്യതയുണ്ടോ, സുരക്ഷിതത്വമുണ്ടോ, ശുചിത്വമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ എന്താണ് നമ്മൾ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്, അത് കുറ്റമറ്റതാണോ, ആ ക്രമീകരണങ്ങളിൽ വല്ല വിള്ളൽ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പമ്പയിൽ നിന്ന് നിയന്ത്രണങ്ങളോടെയായിരിക്കും ഭക്തരെ കയറ്റിവിടുക. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.